ഈ ജുസിൻ്റെ ഭാഗമായിട്ട് സൂറ നിസായിൻ്റെ ആദ്യത്തെ 23 ആയത്തുകളാണുള്ളത്. ആ 23 ആയത്തുകളിലും സ്ത്രീകളുമായി ബന്ധപ്പെട്ട്, യത്തീമുകളുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ പൊതുവെ സമൂഹത്തിൽ അടിച്ചമർത്തപ്പെടുന്ന, അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന, അക്രമത്തിന് ഇരയാക്കപ്പെടുന്ന ആളുകളുടെയൊക്കെ അവരോടൊക്കെയുള്ള ഫെയർ ഡീലിംഗ്, അതുമായി ബന്ധപ്പെട്ട പ്രായോഗിക നിയമങ്ങൾ, അതൊക്കെയാണ്. പൊതുവെ തന്നെ ഏറ്റവും നല്ല രീതിയിലുള്ള ഡീലിംഗ് ഈ സൂറ പറയുന്നുണ്ട്. അതുകൊണ്ട് നിസായിൻ്റെ സ്ത്രീകളുടെ വിഷയങ്ങളൊക്കെ പറയുന്ന, യത്തീമുകളുടെയൊക്കെ വിഷയങ്ങളൊക്കെ പറയുന്നതിനൊക്കെ മുന്നോടിയായിട്ട് അള്ളാഹു പറയുന്നത്, നിങ്ങളൊക്കെ ഒരൊറ്റ ആണിൽ നിന്നും പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചതാണ്, ആണും പെണ്ണും ഒക്കെ കോംപ്ലിമെൻ്ററി പെയറാണ് എന്ന് അള്ളാഹു പറഞ്ഞിട്ട് തഖ്വ കൈക്കൊള്ളണം, നിങ്ങൾ ഗർഭപാത്രത്തെ സൂക്ഷിക്കണം, നിങ്ങളൊക്കെ ഒരേ ഗർഭപാത്രത്തിൽ നിന്നും പിറവി എടുത്ത ആളുകളാണ്, അതുകൊണ്ട് നിങ്ങളുടെ ആ ഗർഭപാത്രം, നിങ്ങളെ ഒക്കെ ഏതൊരു സംഗതിയിൽ നിന്നാണോ നിങ്ങളെ സൃഷ്ടിപ്പ് വന്നിട്ടുള്ളത്, അതുകൊണ്ട് അതിനോടുള്ള തഖ്വ നിങ്ങൾക്ക് വേണം, അതിനെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന ഒരു മുഖവുരയോടുകൂടിയാണ് ബാക്കി കാര്യങ്ങളൊക്കെ പറയുന്നത്. യത്തീമുകളോട് നല്ല രീതിയിൽ വർത്തിക്കണം, അവരുടെ ധനം നിങ്ങൾ അപഹരിക്കരുത്, നിങ്ങളുടെ ധനവും അവരുടെ ധനവും കൂട്ടിക്കലർത്തരുത്, അവരുടെ ധനം നിങ്ങൾ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോശമായ ധനമാണ്. നിങ്ങളുടെ ധനം തന്നെയാണ് നിങ്ങൾക്ക് നല്ലത്. അവരുടെ ധനം നിങ്ങളുടെ ധനത്തോട് കൂട്ടിച്ചേർത്ത് നിങ്ങൾ തിന്നരുത്. യത്തീമുകളുടെ കാര്യത്തിൽ നീതി പുലർത്താൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ, അതായത് യത്തീം കുട്ടികളുടെ ധനം കിട്ടണമെന്നുള്ള മോഹത്താൽ അവരെ കല്യാണം കഴിക്കുന്ന ആളുകളും, ഇനി അവർക്ക് യത്തീം കുട്ടികൾക്ക് അനന്തരാവകാശം കൊടുക്കാത്ത ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ അള്ളാഹു പറയാണ്, യത്തീം കുട്ടികളെ അങ്ങനെയൊന്നും നിങ്ങൾ ധനാപഹരിക്കാൻ വേണ്ടിയിട്ടൊന്നും വിവാഹം ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവരുടെ കാര്യത്തിൽ നീതി പുലർത്താൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിൽ, അക്കാര്യത്തിൽ നിങ്ങൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ വിട്ടേക്കൂ. 2, 3, 4 നിങ്ങൾ വേറെ വിവാഹം ചെയ്തോളൂ, അവരെ വിട്ടേക്കൂ എന്നൊരു കാര്യം നമ്മൾ തുടക്കത്തിൽ തന്നെ പറയുന്ന കാണാം. വൈൻ ഖിഫ്തും അല്ലാ തുഖ്സിതു ഫിൽ യതാമ ഫങ്കിയു മാ താബ ലക്കും മിനൻ നിസായി മത്നാ വസുലാസ വറുബാ, 2, 3, 4 വിവാഹം ചെയ്തോളൂ. അപ്പോൾ ഇവിടെ 2, 3, 4 വിവാഹം ചെയ്യാനല്ല പറയുന്നത്, യത്തീമുകളുടെ കാര്യത്തിൽ നീതി പുലർത്തണം എന്നാണ്. അതിന് കഴിയുന്നില്ലെങ്കിൽ അവരെ വിട്ടോളൂ, നിങ്ങൾ വേറെ 2, 3, 4 വിവാഹം ചെയ്തോളൂ എന്നാണ്. ഉദാഹരണത്തിന് നമ്മളൊരു കുട്ടിയോട് പറയാണ്, വീട്ടിൻ്റെ കോലായിൽ വെച്ച് കളിച്ച് അവിടെ ചീത്തയാക്കരുത്, റോട്ടിലോ പറമ്പിലോ എവിടെ വേണമെങ്കിലും പോയി കളിച്ചോളൂ, ഇവിടെ വെച്ച് കളിച്ച് ഇവിടെ വൃത്തികേടാക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം കുട്ടിയോട് റോട്ടിലോ പറമ്പിലോ പോയി കളിച്ചോളാൻ പറയല്ല, ഇവിടെ വൃത്തികേടാക്കരുത് എന്ന് പറയാണ്. എന്ന പോലെ യത്തീമുകളുടെ കാര്യത്തിൽ നീതി ചെയ്യണമെന്നാണ് ഈ ആയത്ത് പറയുന്നത്. അല്ലാതെ 2, 3, 4 വിവാഹം ചെയ്തോളൂ എന്നല്ല. നിങ്ങൾക്ക് അവരോട് നീതി ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ലെങ്കിൽ അവരെ വിട്ടേക്കൂ, നിങ്ങൾ വേറെ 2, 3, 4 ഒക്കെ വിവാഹം ചെയ്തോളൂ എന്നാണ് പറയുന്നത്. മാത്രമല്ല, നിങ്ങൾ അങ്ങനെ വിവാഹം ചെയ്യുകയാണെങ്കിൽ ഫൈൻ ഖിത്തും അല്ലാത്തതിലും അവർക്കിടയിൽ നീതി പുലർത്തും, തുല്യ സമീപനം കൈക്കൊള്ളാൻ കഴിയും എന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിൽ ഫവാഹിദത്തൻ ഔ മലക്കത്ത് അയ്മാനുക്കും, ഒരൊറ്റ ആളെ കല്യാണം ചെയ്യുക, അല്ലെങ്കിൽ അടിമകളെ നിങ്ങൾ സ്വീകരിച്ചു കൊള്ളുക. ദാലിക്കാത്തിന് അല്ലാത്ത അതിര് കടക്കാതിരിക്കാൻ അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. അതുപോലെ സ്ത്രീകളെ വിവാഹം ചെയ്യുമ്പോൾ അവരുടെ സ്വതക്ക കൊടുക്കണമെന്ന്, അവരുടെ മഹർ കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അതൊരു സമ്മാനമായിട്ട് കൊടുക്കുന്നതാണ് എന്നും, അതിൻ്റെ ഒരു സ്റ്റാറ്റസ് എന്താണ്, അതൊരു വിലയല്ല, സ്ത്രീയുടെ വിലയല്ല, അതൊരു സമ്മാനമായിട്ടുള്ള ഒരു സംഗതിയാണ് എന്ന് പറയുന്നുണ്ട്. യത്തീമുകൾക്ക് അനന്തര സ്വത്ത് കൊടുക്കാതിരിക്കുകയും അനന്തരമായിട്ട് സ്ത്രീയെ തന്നെ എടുക്കുകയൊക്കെ ചെയ്തിരുന്നു. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളെ ഭാര്യ സഹോദരന്മാർ അനന്തരമെടുത്തിരുന്നു. അതുപോലെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ചെറിയ കുട്ടികളുണ്ടെങ്കിൽ, യത്തീമുകളാണ്, ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ധനം കൊടുക്കാതെ സഹോദരന്മാർ ധനമെടുത്തിരുന്നു. അതുകൊണ്ട് അള്ളാഹു പറയാന്ന്, ലിരിജാലി നസീബുമ്മാ തറക്കൽ വാലിദാനി വൽ അഖ്റബൂന വലി നിസായി നസീബുമ്മാ തറക്കൽ വാലിദാനി വൽ അഖ്റബൂന മിമ്മ കല്ലവു കസറ. എത്ര കുറഞ്ഞാലും കൂടിയാലും ധനത്തിൽ ഉറ്റ ബന്ധുക്കൾക്ക്, അത് ആണിനും അവകാശമുണ്ട് ഒരു നിശ്ചിത ഓഹരി, പെണ്ണിനും അവകാശമുണ്ട് നിശ്ചിത ഓഹരി, നസീബ മഫ്റൂല, അത് നിർണ്ണയിക്കപ്പെട്ട ഒരു ഓഹരിയാണ്. പിന്നെ അള്ളാഹു അതിൻ്റെ വിശദാംശങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. ഉസീക്കുമുല്ലാഹു ഫി ഔലാദിക്കും എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ അള്ളാഹു വസിയത്ത് ചെയ്യുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ നിയമം പറയുന്നത്. സൂറ അൽ ബഖറയിൽ അള്ളാഹു നിങ്ങൾ ധനമിട്ടേച്ച് പോകുമ്പോൾ വസിയത്ത് ചെയ്യണമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇവിടെ അള്ളാഹു തന്നെ വസിയത്ത് ചെയ്യുകയാണ്. ഈ വസിയത്താണ് ഏറ്റവും പ്രധാനം. അള്ളാഹു നമ്മളോട് ചെയ്യുന്ന വസിയത്താണ്. അള്ളാഹു ചെയ്ത വസിയത്ത് പ്രകാരം തന്നെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇടയിലും, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലും, സഹോദരങ്ങൾക്കിടയിലും, ഉമ്മാക്കും ഉപ്പാക്കൊക്കെ ധനം ഓഹരി വെക്കണം. അതിൽ ആൺകുട്ടികളും പെൺകുട്ടികളാണെങ്കിൽ 2:1 എന്നുള്ള രീതിയിൽ ധനം ഓഹരി വെക്കണം. പെൺകുട്ടികൾ മാത്രമാണെങ്കിൽ ഫൈൻ കുന്ന നിസാ ഫൗഖസ്നത്തൈനി ഫലൗന്ന സുൽത്താമാ തറക്ക, ഒരു പെൺകുട്ടിയാണെങ്കിൽ അര കൊടുക്കണം, 2 അതിൽ കൂടുതലും ഉണ്ടെങ്കിൽ 3/2 പെൺകുട്ടികൾക്ക് കൊടുക്കണം. പെൺകുട്ടികൾ ഒരു നിശ്ചിത ഓഹരിക്കാരാണ്, ഷെയററാണ്. എന്നാൽ ആൺകുട്ടി എന്ന് പറയുന്നത് ഷെയററല്ല, ബാക്കി കിട്ടുന്ന ആളാണ്.
പെൺകുട്ടികൾ മാത്രമാകുമ്പോൾ പെൺകുട്ടി ഷെയററാണ്, ഒരു നിശ്ചിത ഷെയർ കിട്ടുന്ന ആളാണ്. അതുപോലെ മാതാവത്ത സഹോദരന്മാർ ഷെയറേഴ്സാണ്. ഭാര്യ ഭർത്താക്കന്മാർ, ഉമ്മ ഉപ്പ ഇവരൊക്കെ നിശ്ചിത ഓഹരി കിട്ടുന്നവരാണ്. എന്നാൽ ചില സമയത്ത് ഉപ്പയും അതുപോലെ ആൺമക്കളൊക്കെ ഷെയററല്ല, അവർക്ക് ബാക്കി കിട്ടുന്നവരാണ്. ഇങ്ങനെ 2 കാറ്റഗറിയാണ് ഈ അനന്തര സ്വത്തിൻ്റെ വിഷയത്തിൽ വരാറ്. ഫിക്സ്ഡ് ഓഹരി കൊടുക്കുന്നത് ഒരു റിസർവേഷൻ പോലെ സ്ത്രീകൾക്കും മറ്റൊക്കെ ഒരു ഫിക്സ്ഡ് ഓഹരി കൊടുക്കുകയാണ്. അത് കഴിച്ചിട്ട് ബാക്കിയുള്ളതാണ് ആണുങ്ങൾക്ക് കിട്ടുക. പൊതുവെ ആണുങ്ങൾക്ക് അത് കൂടുതലായിരിക്കും, എന്നാൽ ചില കേസിൽ അത് ആണുങ്ങൾക്ക് കുറവുമാകാറുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വിശദമായ നിയമങ്ങളാണ് കുറച്ച് ആയത്തുകളിൽ പറയുന്നത്. അതിനുശേഷം അള്ളാഹു പറയുന്നത് സ്ത്രീകൾക്കെതിരെയുള്ള വ്യഭിചാരാരോപണവുമായി ബന്ധപ്പെട്ടിട്ട്, സ്ത്രീകൾക്കെതിരെ വ്യഭിചാരാരോപണം നടത്തൽ, തെളിവില്ലാതെ നടത്തൽ വലിയ തെറ്റാണ്, അതിന് ശിക്ഷയുണ്ട്. അക്കാര്യം മറ്റൊരു സ്ഥലത്ത് ഖുർആനിൽ പറയുന്നുണ്ട്. ഇവിടെ പറയുന്നത് നിങ്ങളിൽ നിന്ന് ആരെങ്കിലും സ്ത്രീകളെ അവർ മ്ലേച്ഛമായ, അതായത് വ്യഭിചാരമാണ് ഉദ്ദേശിക്കുന്നത്, അങ്ങനെ ആരോപണം ഉണ്ടെങ്കിൽ ഫസ്തഷീദു അലൈന്ന അർബഅത മിൻകും, നിങ്ങളിൽ നിന്ന് 4 പേര് അതിന് സാക്ഷികളാകണം. അങ്ങനെ 4 പേര് സാക്ഷ്യം വഹിച്ചുകൊണ്ടാണ് ഒരു സ്ത്രീക്കെതിരെ വ്യഭിചാരാരോപണം ഉള്ളതെങ്കിൽ അവരെ നിങ്ങൾ വീട്ടിൽ തടഞ്ഞു വെക്കാനാണ് പറയുന്നത്. അല്ലെങ്കിൽ അള്ളാഹു അവർക്കൊരു വഴി പിന്നീട് പറയും. അതുവരെയുള്ള ഒരു ശിക്ഷ എന്ന് പറയുന്നത് അവരെ വീട്ടിൽ തന്നെ തടഞ്ഞ് പാർപ്പിക്കുക എന്നുള്ളതാണ്. അതുപോലെ വിവാഹിതരല്ലാത്ത ആളുകളാണ് വ്യഭിചാരത്തിൽ ഏർപ്പെടുന്നതെങ്കിൽ അവരെ നിങ്ങൾ പീഡിപ്പിക്കണമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അള്ളാഹു പറയുന്നത് അവർ മടങ്ങുകയാണെങ്കിൽ വൈൻ താബ വസ്ല ഫൈറുൽ അന്നുമ, അവർ നിലപാട് നന്നാവുകയാണെങ്കിൽ, തൗബ ചെയ്യുകയാണെങ്കിൽ അവരെ വിട്ടേക്കാനാണ്. അള്ളാഹു തൗവാബുർ റഹീമുമാണ്. അള്ളാഹുവിൻ്റെ തൗബ എന്ന് പറയുന്നത് ഇന്നമ തൗബത്തു അലല്ലദീന അലല്ലാഹ്, അള്ളാഹുവിൻ്റെ മേൽ ബാധ്യതയാണ് തൗബ. ആർക്കാണ് തൗബ കൊടുക്കുന്നത്? ലില്ലദീന യഅമലൂന സുഅ ബി ജഹാലത്ത് കൊണ്ട് തെറ്റുകൾ ചെയ്യുന്നവരാണ്. ഇവിടെ ബി ജഹാല എന്ന് ഉദ്ദേശിച്ചത് മുഫസ്സിറുകൾ പറയുന്നത് ജഹാലത്ത് കൊണ്ട് മാത്രമാണ് തെറ്റുകൾ സംഭവിക്കുക എന്നാണ്. ജഹാലത്ത് എന്ന് പറഞ്ഞാൽ വിവേകമില്ലായ്മ, എടുത്തുചാട്ടം, അതിനൊക്കെയാണ് ജഹാലത്ത് എന്ന് പറയുക. അങ്ങനെ എടുത്തു ചാടിയിട്ട് എന്തെങ്കിലും ഒരു ലോവർ ഡിസയറിന് അടിമപ്പെട്ടുകൊണ്ട് എടുത്തു ചാടി തന്നെയാണ് എല്ലാവരും തെറ്റുകൾ ചെയ്യുക. അങ്ങനെ തെറ്റുകൾ ചെയ്താലും ഉടനെ തന്നെ പശ്ചാത്തപിച്ച് കഴിഞ്ഞാൽ അള്ളാഹു ആ പശ്ചാത്താപം സ്വീകരിക്കുന്നതാണ്. വക്കാനല്ലാഹു അലീമൻ ഹക്കീമ. വലൈസത്ത് തൗബത്തുൽ ഇല്ലദീന യഅമലൂന സയ്യിആത്തി ഹത്താ ഇദാ അലറ അഹദഹുമുൽ മൗത്ത് ഖാല ഇന്നി തുബ്തുൽ ആന വലല്ലദീന യമൂതുന വഹും കുഫാർ. അതായത് തൗബ ചെയ്യാതെ മരണം ആസന്നമാകുമ്പോൾ തൗബ ചെയ്യുന്ന ആൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുന്നില്ല, അതുപോലെ കാഫിര്യങ്ങളായി മരിക്കുന്ന ആളുകൾക്കും പുറത്തു കൊടുക്കുന്നില്ല എന്ന് അള്ളാഹു പറയുന്നു. സ്ത്രീകളെ അനന്തരം എടുത്തിരുന്നുവെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അക്കാര്യം ഇവിടെ ആയത്തിൽ തന്നെ വ്യക്തമാക്കി പറയുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ യഹില്ലു ലക്കും അൻ തരിസു നിസാ കറഹ, ബലാത്കാരത്തോടെ സ്ത്രീകളെ അനന്തരം എടുക്കരുത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതോടൊപ്പം വിവാഹം നിഷിദ്ധമായ ആളുകളുടെ കാര്യവും ഈ ഭാഗത്ത് അള്ളാഹു പറയുന്നുണ്ട്. അത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നിടത്തിലാണ് ഈ ജുസും അവസാനിക്കുന്നത്. അടുത്ത ജുസ്, 5ാമത്തെ ജുസ് ഇതിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന ആയത്തുകളാണ്. 24ാമത്തെ ആയത്ത് തൊട്ടാണ് അടുത്ത ഭാഗത്ത് നമുക്ക് വിശദീകരിക്കാം. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.